എടാ പിള്ളേരെ, നിങ്ങൾ കഴിക്കാൻ വരുന്നില്ലേ? ഇതൊരു ഭക്ഷണം എന്നായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നേ. എവിടെ പോയേ? എല്ലാരും വന്ന് കഴിച്ചേ. ആഹാ, അടിപൊളി നൂൽപുട്ടാണല്ലോ റോസാമ്മേ. എന്തായാലും എനിക്കിഷ്ടമാണ്. അവൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അതിന് അവൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ. രാവിലെ തന്നെ വണ്ടിയും കൊണ്ട് എങ്ങോട്ട് ഇറങ്ങിയതാ. ആർക്കറിയാം എപ്പോൾ വീഴുന്നു. വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? അത് നീ വന്ന് കഴിക്കാനിരിക്കുക, അപ്പം മനസ്സിലാവും. ഇതെന്താണ്, നൂൽപുട്ടോ? അയ്യേ റോസമ്മേ, എനിക്ക് മുട്ടക്കറി അവിടെ. ഉള്ള നേരത്തെ വെച്ച് കഴിച്ചിട്ട് പോടാർക്കാം. ഇനി നീ അമ്മയുടെ കൂടെ ഓഫീസിൽ പോകാന്ന് പറഞ്ഞേ. ഡേ തെറ്റിച്ചാണ്ടല്ലോ. ഈ ഊര് തന്നെ വിട്ടിട്ട് മര്യാദയ്ക്ക് ജോലിക്ക് വെക്കും. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. എനിക്കുള്ള മുട്ടയും ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. നിനക്കൊരു ദിവസം ഒരു നോൺ വെജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ചെറുക്ക. എന്തായാലും തന്നിട്ടുള്ള കഴിച്ചു. എനിക്ക് സമയമില്ല. ഇതെന്താണ് നീ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്തോ ഡാൻസ് പ്രോഗ്രാം നടക്കുമെന്ന് തോന്നുന്നു. ഞാനത് നോക്കി നിന്നയാ. ഓ അതോ, അത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ തന്നെ. ആ കുട്ടി ഇന്ന് ലീവാ. പ്രോഗ്രാം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലീവ് എടുത്തിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എടാ, ഞാൻ അപ്പുറം വരെ പോയിട്ട് ഇപ്പം വരാം. എൻ്റെ പൊന്നു കുഞ്ഞെ, പുതിയ വള്ളിയും കൊണ്ട് വരരുത്. ഒന്ന് പോടാം, എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കുട്ടി, ഡാൻസ് അടിപൊളിയായിട്ടുണ്ട്. അതെന്താ ചേട്ടാ അങ്ങനെ ഉണ്ടാക്ക്? അവള് മാത്രമല്ല കളിച്ചേ, ഞങ്ങളും കളിച്ചല്ലോ. നിങ്ങളും കളിച്ച് കാണും. പക്ഷേ ഈ കുട്ടിയുടെ ഡാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹേയ്, അങ്ങനെ പറയരുത്. പൂർണ്ണി നിർത്ത്, നമുക്ക് പോകാം. ഹേയ്, അങ്ങനൊന്നും പോവല്ലേ. പേര് പറഞ്ഞിട്ട് പോകും. ചേട്ടായി സീരിയസ് ആണോ? അതോ ചുമ്മാ ഡാൻസ് കണ്ടപ്പോൾ ക്രഷ് അടിച്ചാണോ? കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ കൊച്ചിക്കള്ളി. പേരെന്തെന്ന് പറ. പൂർണ്ണി, ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവാം. ചേട്ടൻ പാടുപെടും. പേര് വേണ്ട, അവളുടെ പേരെന്താ? അപ്പം ശരി, പിന്നെ കാണാം. വേദ, പേരൊക്കെ കൊള്ളാം. റോസു, നിന്റെ മോൻ രാവിലെ എങ്ങോട്ട് പോയതാ? ഇക്കാലം എൻ്റെ കുഞ്ഞ് നിങ്ങളെപ്പോലെ മടിയായിട്ടൊന്നും ഇരിക്കില്ല. അവൻ രാവിലെ ഓഫീസിൽ പോയതാ. നീ വേറെ വല്ല കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പറ റോസു. റോസു പറഞ്ഞ സത്യവപ്പാ, അവൻ രാവിലെ ഓഫീസിൽ പോയതാ. രാവിലെ തന്നെ എൻ്റെ കുഞ്ഞിനെ കുറ്റം പറയാതെ പപ്പയും മോനും എല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. നോക്കിയടി, ഇന്ന് സാറ് നേരത്തെ ആണല്ലോ. മേ കമിൻ സാർ? എന്നെ ദൈവമേ, ഇവ നോക്കി കയറുകൊണ്ടാക്കോ? സാർ 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 സോറി, കുട്ടി എന്തിനാ വന്നത്? ഈ ഫയൽസ് തരാൻ വേണ്ടി വന്നതാ. ആ ശരി, ആ ടേബിൾ വെച്ചേക്ക്. അല്ല, ഇന്നലെ പേര് പറഞ്ഞില്ലായിരുന്നു. കുട്ടിയുടെ പേരെന്താ? പൂർണ്ണി പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പൊ പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ?
എന്നും പറഞ്ഞ് പേര് പറയുന്നതിന് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചത് പേര് പറഞ്ഞൂടെ? വേദ. ആ, ഇനി പൊക്കോ. ഫോട്ടോ അടിക്കാൻ അവിടെ പോയി കാണുന്നില്ലല്ലോ. അയാൻ സാർ ഞങ്ങളുടെ ഉണ്ട്. സാറല്ലേ 2-3 ആഴ്ച ഇവിടുന്ന് മുങ്ങിയത്. അമൽ സാർ അവിടെ? ആ, പുറകെന്നുണ്ടല്ലോ. ആ, ഇപ്പോഴാണ് കണ്ടത്. നീ എന്നെ കാണാൻ വൈകുന്നു രമണ. ആ, അടുത്ത പണക്കത്തിനുള്ള കാണാൻ ഞാൻ തന്നെ ഇട്ട് തന്നാല്. നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ കഴിക്കട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനൊരു 2 ആഴ്ച മുങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ വല്ലാണ്ട് മാറ്റങ്ങൾ സൃഷ്ടിച്ചില്ല. നമ്മൾ ഗ്രൂപ്പിൽ ഗേൾസിനെയും കൂട്ടിയോ? ആ, ഇത് കൊള്ളാലോ. മിണ്ടാണ്ടിരുന്ന് കഴിക്കടാ. സാറിന് ചിക്കൻ കറി ഇഷ്ടമല്ലേ? ഇതാ ഇതെടുത്തോ. ആ, താങ്ക് യു. വേദ എന്തോന്നും മിണ്ടായിരിക്കുന്നത്? വേദയ്ക്ക് കറി ഷെയർ ചെയ്യാൻ താല്പര്യമില്ലേ? താല്പര്യമില്ലെന്നിട്ടൊന്നുമല്ല, അവൾ വെജിറ്റേറിയനാണ്. അവൾക്ക് മീറ്റൊന്നും ഇഷ്ടമല്ല. സോ നമ്മുടെ കയ്യിൽ നമ്മൾ ഷെയർ ചെയ്യില്ല. നമ്മൾ തന്നെ മീറ്റ് കഴിക്കുന്നുണ്ടല്ലോ. ഈ പുല്ലുകൾ മാത്രം തിന്നിപ്പോൾ അങ്ങനെ ജീവിക്കും. അതിന് ഞാൻ തരുന്ന പുല്ലാണെന്ന് അമൽ സാറിനോട് ആരാ പറഞ്ഞേ? ഞാൻ പുല്ലൊന്നുമല്ല കഴിക്കുന്നത്, വെജിറ്റബിൾസിൻ്റെ ഒക്കെ കറിയാ. അല്ലെങ്കിൽ തന്നെ തോരൻ്റെ സാമ്പാറിൻ്റെ ഒക്കെ ടേസ്റ്റ് പറഞ്ഞ് പാവം ജീവികളെ പിടിച്ചു തിന്നുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂ? എൻ്റെ പൊന്നോ, ഞാൻ അറിയാണ്ട് പറഞ്ഞ വിട്ടേറി. ഞങ്ങൾ വല്ല ചിക്കനും തിന്ന് ജീവിച്ചോളാം. ഓ, ഇതൊന്നും നിർത്തിയിട്ട് കഴിക്കാമോ? സമയം പോന്നു. റോസു എവിടെയാ? എന്തുവാടാ കൊച്ചനെ, ഞാൻ ഇവിടെ നിനക്കുള്ള മീൻ വറക്കുക. എനിക്കിന്ന് വെജിറ്റബിൾസിൻ്റെ കറി മതി. മോൻ തമാശ പറയുന്ന കാര്യം നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. തമാശയൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞ. എനിക്ക് വല്ല സാമ്പാർ, തോരൻ, ചമ്മന്തി അതൊക്കെ മതി. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തലയ്ക്ക് വല്ല അടിയും കിട്ടിയോടെ ചേർക്കാം. തമാശകളാ, ഞാൻ വളരെ സീരിയസ് ആണ്. നിനക്കെന്താ വയ്യേ? മീനില്ല, അതിന് നീ ചോറ് ഇറക്കൂടാ. അതൊക്കെ ഇങ്ങ് പണ്ട്. ഇപ്പം ഞാൻ ന്യൂ അലനാണ്. ഈ പാവപ്പെട്ട ജീവികളെ ഇനി ഞാൻ കഴിക്കില്ല. എങ്ങനെയായാലും വേണ്ടിയില്ല, അമ്മയ്ക്ക് സന്തോഷമുള്ളു. നീ റെഡിയാവും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നോക്കിക്കേ അമ്മേ, അമ്മയുടെ മോൻ കുറച്ച് ദിവസം കൊണ്ട് പട്ടിപ്പണിയാണ് എടുക്കുന്നത്. നോക്കിക്കേ, എല്ലാം ചെയ്യുന്നുണ്ട്. എന്ത് നല്ല മാന്യൻ. നീയോ നന്നാവത്തില്ല, അവനെങ്കിലും ഒന്ന് ചെയ്യട്ടെ. നീ അതിനെയും കുറ്റം പറ. അവൻ പറഞ്ഞതിനും കാര്യമുണ്ട് റോസു. നമ്മുടെ മോനിപ്പോൾ ചെയ്യുന്നതൊന്നും അത്ര ശരിയല്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തുടങ്ങി എങ്ങനെ? അവൻ നന്നാവാൻ തീരുമാനിച്ചു കാണും. അല്ലമ്മേ, എന്തേലും പിശാചിന്റെ ബാധയായിരിക്കും. ചിക്കൻ കഴിക്കുന്നില്ല, ഭയങ്കര വൃത്തി, എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഇവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ, ഇവൻ സ്വഭാവത്തോടെ എന്തായാലും ഇതെല്ലാം ചെയ്യുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരോട് പറഞ്ഞ് എന്നെ ഇവിടെ ടെൻഷൻ അടിപ്പിക്കാതെ. വേദ, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാർ, ന്യൂ പ്രൊജക്ട്സ് എന്തെങ്കിലും? ഹേയ്, അതൊന്നുമല്ല. എനിക്ക് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് തനിക്ക് ഓക്കെ ആണെങ്കിൽ. അത് വേണ്ട സാർ, അത് ശരിയാവില്ല. അല്ല, താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി, പെട്ടെന്നൊരു ഉത്തരം വേണ്ട. ഇതിനാലോചിക്കണമെന്നില്ല സാർ. നോ മീൻസ് നോ. ഞാൻ ആരാന്നൊക്കെ അറിഞ്ഞൂടാ. അവൾ റിജക്റ്റ് ചെയ്തപ്പോൾ ഞാനൊന്ന് വിഷമിച്ചു പോയതാ.
എനിക്കൊരു ചുക്കുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓക്കെ. എങ്കിലും ചെറിയൊരു വിഷമം. എന്നെ എനിക്ക് റിജക്റ്റ് ചെയ്ത ഞാൻ വെച്ച് ഞാൻ പോലും ഞാൻ തളരില്ല ഇതുകൊണ്ടൊന്നും. അമ്മേ, ഒരു ഫിഷ് ഫ്രൈ ഇങ്ങോട്ട് എടുത്തോ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും നെല്ലും, ഓ മിസ്റ്റർ പെർഫെക്റ്റ്, അവസാനം പവനായി ശവമായി. ഇപ്പൊ വെയിറ്റർ സാർ ആ ചിക്കൻ നിന്ന് തീറ്റ നോക്കിക്കേ. ആ ചിക്കൻ ഇരുന്നെടുത്തോ ഓടും. പാവം എൻ്റെ കുഞ്ഞ് കഴിക്കട്ടാ, നീ ഒന്ന് മിണ്ടായിരിക്കും. അത് 2-3 ആഴ്ചയായി ഈ ചിക്കനും കുട്ടിക്ക് ചോറ് വെച്ചിട്ട്. എൻ്റെ മോൻ വിഷമിക്കണ്ട, ആ കുട്ടി നിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും. അമ്മയാ പറയുന്നത്. എൻ്റെ മോനോട് നോ പറയാൻ ആർക്കാ പറ്റുന്നത്? ആരോ വന്നെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂട്ടുകാരാ, ബാഗൊക്കെ ആയിട്ട്. ഞാൻ വേദ. വേദയോ? താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ വീട്ടിൽ വലിയ പ്രശ്നമായി. വൈദ്യമായി എനിക്കൊരു കിഴങ്ങ് നമ്പറുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നാൽ ശരിയാകത്തില്ല. സോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അല്ല, ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം? വേറെ എവിടെയെങ്കിലും പോകുന്നതിനെക്കാട്ടും നല്ലത് അയൽ സാറിൻ്റെ അടുത്ത് വരാനാണെന്ന് തോന്നി, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. റോസു, ഈ പെങ്കുച്ചിന്റെ പേര് പറഞ്ഞില്ലേ ഇവനവിടെ കിടന്ന് നോക്കിയത്? മിണ്ടാതിരിക്കും മനുഷ്യ. ആരാ അമ്മച്ചി അവിടെ വന്നത്? അത് പിന്നെ അയൽ സാർ, ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞതല്ല ശരിയെന്ന്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് താൻ തനിക്ക് തോന്നിയില്ല എന്ന് വിളിച്ചു പറയുമോ? ഇപ്പൊ പൊക്കോണം. നിർത്തറ, നീ തന്നെയല്ലേ കുറച്ച് മുമ്പ് ഇവക്ക് വേണ്ടി കിടന്ന് കരഞ്ഞത്. ഇവിടെ കിടന്ന് കരഞ്ഞ് വഴികിട്ട് ഇപ്പൊ വേണ്ടെന്നാ? അയ്യോ അമ്മ, ഒരു പഞ്ചവട്ടിക്ക് പറഞ്ഞ ചുമ്മാ. മോള് കയറി വാ മോളെ. പഞ്ചസാര ഉമ്മ ഉമ്മ പട്ടുപോലെത്ത ഉമ്മ മഞ്ഞു പെയ്ത രാവിലുമ്മ മാറത്തെ മങ്ങിലുമ്മ കവിളിന്റെ ചാരത്തന്നെ ചുണ്ടിന്റെ ഇതളിൽ തന്നെ ഏതോ കനവുമ്മ